2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും ദിവസങ്ങളുടെ അകലം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ആദ്യം ലോക് പോളിൻ്റെ ഒരു സർവേ വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവർക്ക് UDFന് ഭരണം കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ കൂടി ശാസ്ത്രീയമായ വളരെ കൃത്യമായിട്ടുള്ള ഒരു സർവേയുമായി മാതൃഭൂമി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ മാതൃഭൂമിയുടെ സർവേയാണ് കുറച്ചുകൂടി വിശ്വസിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 മണ്ഡലങ്ങളുണ്ട്. ആ 12 മണ്ഡലങ്ങളാണ് കേരളത്തിൽ ആര് ഭരണം തീരുമാനിക്കും എന്നുള്ളത് നിശ്ചയിക്കാൻ പോകുന്ന, നിർണ്ണയിക്കാൻ പോകുന്ന 12 സുപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങൾ എന്നുള്ളതാണ്. അതിൽ അവർ ഏറ്റവും ആദ്യമേ തന്നെ പറയുന്നത് LDFന് 66 മുതൽ 77 വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സാധ്യതകൾ പ്രവചിക്കുന്നത് LDFനാണ്. തുടർഭരണം ഉറപ്പിച്ചുകൊണ്ടാണ് ഈ സർവേകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് UDFന് 62 മുതൽ 73 വരെയുള്ള സീറ്റുകൾ കിട്ടിയേക്കാം എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. NDAക്ക് സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ മാക്സിമം വന്നാൽ 2 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ് പറയുന്നത്. നേമമോ പാലക്കാടോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തേക്കാം, ഒരു സീറ്റുകൾ വേണമെങ്കിൽ ലഭിച്ചേക്കാം, രണ്ടോ സീറ്റുകൾ ലഭിച്ചേക്കാം. അല്ലാതെ വലിയൊരു പെർഫോമൻസ് ഒന്നും BJP കൂടി കാണിക്കില്ല എന്നുള്ളതാണ് ഈ സർവേകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മാതൃഭൂമിയുടെ സർവേ വന്നിട്ടുണ്ട്, കൂടാതെ മനോരമയുടെ സർവേ വന്നിട്ടുണ്ട്, കൂടാതെ റിപ്പോർട്ടറിൻ്റെ സർവേകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ റിപ്പോർട്ടറിൻ്റെയും മനോരമയുടെയൊക്കെ റിപ്പോർട്ടറിൻ്റെ സർവേ അത്ര വലിയ ഗൗരവത്തിൽ എടുക്കാൻ കഴിയില്ല. കാരണം അത് ആളുകൾ കയറി വോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും MLAമാരൊക്കെ വിചാരിച്ചാൽ അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. കാരണം അവർ അതിനുവേണ്ടി ആളെയൊക്കെ ഏർപ്പെടുത്തിയാൽ, വലിയ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഈ 16 ലക്ഷത്തോളം പേര് റിപ്പോർട്ടറിൻ്റെ സർവേയിൽ പങ്കെടുത്തു എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവം ആ സാമ്പിളുകൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മാതൃഭൂമിയുടെ അങ്ങനെയല്ല. ഏറ്റവും വലിയ കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവമുള്ള, പ്രാതിനിധ്യ സ്വഭാവമുള്ള സാമ്പിളുകളാണ് അവരെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ മനോരമയുടെ സർവേയും വന്നിട്ടുണ്ട്. മനോരമയുടെ സർവേയും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഈ സർവേകളെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 28,432 സാമ്പിൾ സ്പേസാണ് എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 140 മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു 200ഓളം വരുന്ന സാമ്പിൾ സ്പേസാണ് ഉണ്ടാവുക. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനുമൊക്കെ സർവേ നിരവധി തവണ നടത്തിയിട്ടുള്ളതാണ്. വളരെ കൃത്യമായി നിലമ്പൂരിലേക്ക് ഇലക്ഷൻ നമ്മൾ പ്രവചിച്ചിട്ടുള്ളതാണ്. ഇതേവരെ നടത്തിയിട്ടുള്ള സർവേകളിലെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നമ്മളൊരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 300-350 സാമ്പിൾ സ്പേസ് എടുത്താൽ മതി 95% കൃത്യമായിട്ട് കിട്ടാൻ. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ 350 പേരെ കണ്ടെത്തുക എന്ന് പറയുന്നത്, 325 പേരെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് 1000, 1500, 2000 പേരെ കണ്ടാൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ആ സാമ്പിൾ സ്പേസ് തെറ്റിപ്പോയാൽ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ പോലെ തന്നെയാണ് സർവേയിലെല്ലാം തന്നെ തെറ്റും. പക്ഷേ ഇവർ 28,432 വരുന്ന സാമ്പിൾ സ്പേസാണ് മാതൃഭൂമി എടുത്തിട്ടുള്ളത്. ഫെബ്രുവരി 16 മുതൽ 23 വരെയാണ് സർവേ നടന്നിട്ടുള്ളത്. 1600ഓളം സെൻറ്ററുകളിലായിട്ടാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 31 സീറ്റുകൾ LDFിൽ നിന്ന് UDF വേണമെങ്കിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 31-32 സീറ്റുകൾ. അതിൽ തന്നെ 20ഓളം സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് UDF. 20ഓളം സീറ്റുകൾ UDFന് എന്തായാലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ബാക്കിയുള്ള 12 സീറ്റുകൾ വളരെ ടൈറ്റായ മത്സരം നടക്കുന്ന സീറ്റുകളാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ആ 12 സീറ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2026 നിയമസഭയിലേക്ക് ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് ഈ സർവേ നമ്മൾ വിശ്വസിച്ചാൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഞാൻ ഓരോന്നായി വായിക്കാം. അവിടുത്തെ സാധ്യതകൾ കൂടി ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ 12 എണ്ണം ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതിൽ 10 എണ്ണത്തിലും ഇപ്പോഴും LDF ആണ്. ആകെ 2 എണ്ണത്തിൽ മാത്രമേ UDF ഉള്ളൂ. ആ 2 എണ്ണത്തിൽ UDF ഉള്ളത് ഒന്ന് മഞ്ചേശ്വരത്താണ്. അവിടെ IUMLന്റെ കാൻഡിഡേറ്റ് ആണ്, നമുക്കറിയാം. അദ്ദേഹം വീണ്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ള ഒരേ ഒരു സ്ഥലം UDFന് ഇപ്പം നിലനിർത്തിയിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. അവിടെ K ബാബു ആയതുകൊണ്ട് ജയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ തൃപ്പൂണിത്തുറ അസംബ്ലി നിയോജക മണ്ഡലം ഒരു ഇടതുപക്ഷ നിയോജക മണ്ഡലം ആണ് യഥാർത്ഥത്തിൽ. പക്ഷെ അവിടെ K ബാബു നിന്നുണ്ടെങ്കിൽ ജയിക്കും. ഇത്തവണ K ബാബു മത്സരിക്കുന്നില്ല. അപ്പോൾ K ബാബുവും ഈ പറയുന്ന മഞ്ചേശ്വരത്ത് മത്സരിച്ചിട്ടുള്ള AK അഷ്റഫും ഇവർ 2 പേർ മാത്രമേ ഈ ലിസ്റ്റിലുള്ളൂ. ബാക്കിയുള്ള 10 സ്ഥലങ്ങളിലും, നിർണായകമായിട്ടുള്ള 10 സ്ഥലങ്ങളിലും തന്നെ LDFിൻ്റെ MLAമാരാണ്. അവരുടെ പേരുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം യഥാർത്ഥത്തിൽ മുൻതൂക്കം ഉണ്ടാകാൻ പോകുന്നത് LDFനാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ 1ാമത്തെ മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിൽ ഈ സർവേ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് LDF
1.05% ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കെ ബാബു മാറി വേറെ ആരെങ്കിലും കൂടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ LDF ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് ഈ സർവേ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നേമത്ത് ഇപ്പം നമുക്കറിയാം അവിടെ CPM ആണ് മത്സരിക്കുന്നത്. വി ശിവൻകുട്ടിയാണ് അവിടുത്തെ മന്ത്രിയായിട്ടുള്ള MLA എന്ന് പറയുന്നത്. അദ്ദേഹം 1.21% ആ വോട്ട് അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDFനാണ് അവിടെ മുൻതൂക്കം. അതായത് തൃപ്പൂണിത്തുറയിലും നേമത്തും തന്നെ LDFനാണ് മുൻതൂക്കം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് പൂഞ്ഞാറിലാണ്. പൂഞ്ഞാറിൽ നമുക്കറിയാം സെബാസ്റ്റ്യൻ കുളത്തെങ്കലാണ്. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു MLA ആണ്. വലിയ തോതിൽ പ്രശസ്തനോ പ്രഗത്ഭനോ എന്നുമായിട്ടുള്ള MLA ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് പോലും 1.38% ലീഡുണ്ട്. എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും വരിക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് മാത്രമാണ് UDF യഥാർത്ഥത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. മഞ്ചേശ്വരത്ത് UDF ലീഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 2 മാത്രമാണ് UDF ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിലൊന്ന് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് 1.93% എന്ന് പറഞ്ഞാൽ ഒരു 2% ലീഡ് BJPയേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാണ്. നേമത്തും അതുപോലെ തന്നെ ശിവൻകുട്ടിക്ക് BJPയേക്കാൾ ഏതാണ്ട് ഒരു 1.21% കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ നമുക്കറിയാം IB സതീഷാണ് അവിടുത്തെ MLA. അത് CPMൻ്റെ MLA ആണ്. LDF ആണ് ലീഡ് ചെയ്യുന്നത്. 1.97%, അതായത് ഏതാണ്ട് 2%-ഓളം UDFനേക്കാൾ നേട്ടമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അടുത്തത് 6-മത്തേത് നമ്മൾ അറിയേണ്ടത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. അവിടെ എന്താണെങ്കിലും റോഷി ജയിക്കുമെന്നറിയാം. കാരണം റോഷി അഗസ്റ്റിൻ, ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ് സ്ഥാനാർത്ഥി. 2.43% UDFനേക്കാൾ മുമ്പിലാണ് ഇടുക്കിയിൽ ഈ പറയുന്ന ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ. അതുപോലെ തന്നെ 7-മത്തേതെന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ LDF ആണ് UDFനേക്കാൾ 1.93% മുന്നിൽ നിൽക്കുന്നത്. അവിടെയുള്ള MLAയുടെ പേര് നമുക്കറിയാം, ആൻസലൻ എന്നുള്ളതാണ്. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു MLA ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു MLA ആണ്. അതുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്തത് തൃത്താലയാണ്. തൃത്താലയിൽ LDF ലീഡ് ചെയ്യുന്നു. അത് 2.25% വോട്ടുകൾക്ക് അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മാതൃഭൂമി സർവേ നമ്മളോട് പറയുന്നത്. അവിടെ മന്ത്രിയായിട്ടുള്ള MP രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നല്ല പെർഫോമൻസ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തൃത്താലയിൽ 2.25%, പക്ഷേ അവിടെ VT ബൽറാം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു അഡ്വാൻറ്റേജ് LDFനുണ്ട് എന്നുള്ളതാണ് തൃത്താലയിൽ പറയുന്നത്. 9-മത്തേത് താനൂരാണ്. അതിപ്പോൾ CPM സ്വതന്ത്രനായിട്ടുള്ള MLA ആണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം V അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാനാണെങ്കിൽ അവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 2.5%-ഓളം വരുന്ന വോട്ട് പെർസെൻറ്റേജ് UDFനേക്കാൾ ലീഡ് കൂടുതലാണ് ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. 10-മത്തേത് കുറ്റ്യാടിയാണ്. അത് LDFൻ്റെ തന്നെ മണ്ഡലമാണ്, CPMൻ്റെ മണ്ഡലമാണ്. അവിടെ കുഞ്ഞമ്മദ് മാസ്റ്ററാണ് മത്സരിക്കുന്നത്. അതും തീർച്ചയായിട്ടും LDFന് കുറ്റ്യാടിയിൽ 2.78%, ഏതാണ്ട് 3%-നടുത്ത് UDFനേക്കാൾ എഡ്ജ് കൂടുതലുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ മാതൃഭൂമി സർവേ. 11-മത്തേത് ആറന്മുളയാണ്. ആറന്മുളയിൽ വലിയ മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടുത്തെ MLA എന്ന് പറയുന്നത് വീണ ജോർജാണ്, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ്. പക്ഷേ ആരോഗ്യമന്ത്രിക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ 2.79%-ൻ്റെ വലിയ അഡ്വാൻറ്റേജ് അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അവിടെ മത്സരം നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്കറിയാം. 12-മത്തേത് കുന്നമംഗലത്താണ്. കുന്നമംഗലത്താണ് ഇതിൽ യഥാർത്ഥത്തിൽ മഞ്ചേശ്വരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയേക്കാൾ അഡ്വാൻറ്റേജ് UDFനുണ്ട്. കൂടാതെ പിന്നുള്ളത് കുന്നമംഗലത്താണ്. കുന്നമംഗലത്ത് 2.94%, PT റഹീം എന്ന് പറയുന്ന 3-4 തവണ MLA ആയിട്ടുള്ള അദ്ദേഹത്തെക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജും അവിടെ ജയിക്കാൻ ഇത്തവണ മുസ്ലിം ലീഗിന് കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരിക്കും അവിടെ വരിക. UDFന് അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ, നേമം, പൂഞ്ഞാർ, മഞ്ചേശ്വരം, കാട്ടാക്കട, ഇടുക്കി, നെയ്യാറ്റിൻകര, തൃത്താല, താനൂർ, കുറ്റ്യാടി, ആറന്മുള, കുന്നമംഗലം, ഈ 12 മണ്ഡലങ്ങളായിരിക്കും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക. അതിൽ 12 കേവലം 2 സ്ഥലത്ത്, ഒന്ന് മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ ഒന്ന് കുന്നമംഗലത്തും മാത്രമേ UDFന് നേട്ടമുള്ളൂ. അവിടെ 2 മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരിക്കും. ആ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റുകൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ള 10 സ്ഥലങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ LDFന് വലിയ നേട്ടമുണ്ട്. കൂടാതെ നിങ്ങളിപ്പോൾ റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ ശിവൻകുട്ടി, V അബ്ദുറഹ്മാൻ, MP രാജേഷ്, ആൻസലൻ, ഇത്തരത്തിലുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് അവർക്ക് അവരുടെ ഒരു MLA എന്നുള്ള നിലക്ക് അവരുടെ പെർഫോമൻസ് കൂടി വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ അഡ്വാൻറ്റേജ് കൂടി ഉണ്ടായാൽ ആരായിരിക്കും ഭരണം പിടിക്കുക എന്നുള്ളത് നമുക്കറിയാം.
യഥാർത്ഥത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ UDF 62 സീറ്റുകളിലേക്കും കൂടി വന്നാൽ 73 സീറ്റുകളിലേക്കും എത്തുമെന്നാണ് ഈ സർവേ പറയുന്നതെങ്കിൽ LDF സംബന്ധിച്ചോളം 66 സീറ്റുകളിലേക്കും 77 സീറ്റുകളിലേക്കും എത്തുമെന്ന് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാവും, ഞാൻ കുറേ നാളുകളായിട്ട് ഞാനെന്തോ LDF ഭാഗം ചേർന്നു എന്നൊക്കെയുള്ള സംശയമൊക്കെ കുറച്ച് പേർക്കുണ്ട്. ഒരു ഭാഗവും ചേർന്നത് കൊണ്ടല്ല, സത്യസന്ധമായി തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ തോന്നിയത് കൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അന്നേരം ആരും വിശ്വസിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇതുപോലെ ഓൾ കേരള ലെവലിൽ സർവേ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ സർവേ ഒന്നും നടത്താതെ തന്നെ 8ഓളം വരുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സർവേ നടത്തിയെടുത്തൊക്കെ വളരെ കൃത്യമായി അതിൻ്റെ കൗണ്ടടക്കം ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവേ നടത്തി ഞാൻ പറഞ്ഞിരുന്നു നിലമ്പൂരിൽ 32,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. പാലക്കാട് അതുപോലെ 18,600ഓളം വോട്ടുകൾക്ക് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ജയിച്ചത് 18,840 വോട്ടിനാണ്. അതുപോലെ പുതുപ്പള്ളിയിൽ നമ്മൾ 36,400ഓളം വോട്ടുകൾക്ക് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ 37,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സർവേ, ഏതാണ്ട് ലോജിക്കലി കുറെ കൂടി കൃത്യമായി നിൽക്കുന്ന ഒരു സർവേ ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാതൃഭൂമിയുടെ സർവേയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വികസനമാണ് 36.17% ആളുകൾ കണക്കുകൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഏതാണ്ട് ഒരു 13% ആളുകൾ രാഷ്ട്രീയമാണ് നോക്കി വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണമാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് 16.78% ആളുകളാണ്. കൂടാതെ MLA-മാരെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് 9% മുകളിലേക്കുണ്ട്. സോ ഇതെല്ലാം തന്നെ നമ്മൾ വളരെ കൃത്യമായി കണക്കുകൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ റിസൾട്ട് ഏതാണ്ട് കൃത്യമാണെന്ന് പറയേണ്ടി വരും. ഇതിനെതിരെ ഒരു വലിയ ആരോപണം കൂടിയുണ്ട്. കാരണം ശ്രേയാംസ് കുമാർ RJDയുടെ ഒരു നേതാവ് ഉടമസ്ഥനായിട്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് മാതൃഭൂമി. അതുകൊണ്ട് മാതൃഭൂമിയുടെ സർവേ വിശ്വസിക്കാൻ പറ്റില്ല, ഇത് മാനിപ്പുലേറ്റഡ് ആണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. തെറ്റാണ്. ഇത് കുറേ കൂടി, കാരണം എല്ലാ ചോദ്യങ്ങളും എല്ലാ ഡാറ്റയും ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യലൊന്നും എളുപ്പമല്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വലിയ തോതിലുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇത് വളരെ സിസ്റ്റമാറ്റിക്കലി വളരെ പ്രോപ്പറായി ചെയ്തിട്ടുള്ള ഒരു സർവേ ആയിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടുകൾ ഏതാണ്ട് കൃത്യമാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഇനി അവർ സർവേ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയില്ല, അവരുടെ ഡാറ്റാബേസ് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസും അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിളുകളിലൂടെയും അവരുടെ കൺക്ലൂഷനും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം തമ്മിൽ കറക്റ്റായി റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് മനോരമയുടെ സർവേയിലൊക്കെ തന്നെ കാണുന്നത്. മനോരമയുടെ സർവേയിൽ ഇപ്പോൾ പറയുന്നത് ഇടത് സർക്കാർ മാറണം എന്ന് പറയുന്നവരുടെ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വന്നേക്കുന്നതിൽ അവർ പറയുന്നത് 53%. തുടരണം എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് 40, 44%, 48% ഒക്കെ ഒരു എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനോരമ കാണിക്കുന്നത് 40%-ഓളമൊക്കെയാണ്. അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയുന്ന 6.1% ആളുകളുണ്ട്. ഈ കൗണ്ട് എടുത്തു നോക്കിയാലും ഈ കണക്ക് ഏതാണ്ട് കറക്റ്റാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ 50-53% ആളുകൾ ഈ സർക്കാർ തുടരേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ആ വോട്ടുകളിൽ ഒരു 10% BJPക്ക് പോവുകയും ഒരു 10-15% അങ്ങോട്ട് പല സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റായി പോവുകയും ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ലാത്ത 2-3% CPM-ന് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നേരിയ മാർജിനിൽ പോലും CPM അധികാരത്തിലേക്ക് വരാം. എൻ്റെ ഒരു വിശ്വാസം പോലും നിങ്ങളോട് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു 73-നും 78-നും അടക്കമുള്ള സീറ്റുകൾ നേടി LDF ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഈ സർവേകൾ കൂടി കൃത്യമായി നമ്മളോട് പറയുന്നത്. ഇനി നമ്മളധികം കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല, കാരണം കൃത്യമായിട്ടൊരു സാമ്പിൾ സ്പേസ് ഉള്ള സർവേ അല്ല റിപ്പോർട്ടറിൻ്റേത്. അത്തരത്തിലുള്ളൊരു സർവേ ഒന്നും നമുക്കൊരിക്കലും റിലേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കേരളത്തിൽ 20%-ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അത് വെറും പൊള്ളയായ അവകാശവാദമാണ്. കാരണം അങ്ങനെ ഓരോരുത്തർക്കും കയറി വോട്ട് ചെയ്യാം, അതിന്മേൽ കുത്തിയിരുന്ന് വോട്ട് ചെയ്യാം എന്നൊന്നും പറഞ്ഞാൽ ആളുകൾ കൃത്യമായി ചെയ്യണമെന്നില്ല. അത് ഓരോ പാർട്ടിയും ഓരോ MLA-മാരും ഒക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ കണക്കിലെടുക്കേണ്ട. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിഗണിച്ചാൽ ഈ റിപ്പോർട്ടർ ചാനലിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പെർഫോമൻസ് അവർ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടേത് എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് ചോദിച്ചാൽ വളരെ മികച്ചത് എന്ന് പറയുന്നവർ 31.54%. മികച്ചത് എന്ന് പറയുന്നത് 24.12% എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയാൽ 55.66%-ഓളം ആളുകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള ആൾക്കുള്ള പെർഫോമൻസ് വളരെ മികച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ആ ഡാറ്റ പറയുന്നത്. ശരാശരി എന്ന് പറയുന്നത് 7.2%. ഇതേപോലെ തന്നെ നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനത്തിലേക്ക് വന്നാൽ അവിടെ വളരെ മികച്ചത് എന്ന് പറയുന്നത് 24.45% ഉള്ളൂ. മുഖ്യമന്ത്രിയുടേത് 31.54 നിങ്ങൾ ഓർക്കണം. അതേസമയം മികച്ചത് എന്ന് പറയുന്നത് 19.79% ഉള്ളൂ. അതായത് അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ 24.12%.
അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടേത് 55.66 അതേസമയം മികച്ചതും വളരെ മികച്ചതും കൂടി കൂട്ടി വെച്ചാൽ 44.24 മാത്രമേ പ്രതിപക്ഷ നേതാവിനുള്ളൂ എന്നുള്ളത് ചുരുക്കം. പിന്നെ ശരാശരിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേത് 7.2 ആണെങ്കിൽ ഇപ്പുറത്ത് 12.63% കൂടിയുണ്ട്. പക്ഷേ ശരാശരി നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇതിൽ മോശം വളരെ മോശം കൂടി നമുക്കൊന്ന് കണക്കൂട്ടാം. മോശം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് മോശം എന്ന് പറഞ്ഞേക്കുന്നത് 22.53% ആളുകളാണ്. വളരെ മോശം എന്ന് പറഞ്ഞേക്കുന്നത് 14.61 അപ്പോൾ അങ്ങനെ വരുമ്പോൾ 37.14% വരുന്ന ആളുകൾ മാത്രമാണ് മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് മുഖ്യമന്ത്രിയെ പെടുത്തിയേക്കുന്നത്. യഥാർത്ഥത്തിൽ ശരാശരി കൂടി മുഖ്യമന്ത്രിയുടെ ഒപ്പം കൂട്ടിയാൽ ഏതാണ്ട് 62% വരും. അത് നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യണ്ട, അവിടെ നിൽക്കട്ടെ. ഇനി വി ഡി സതീശൻ്റെ കാര്യത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ മോശമെന്ന് പറഞ്ഞേക്കുന്നത് 26.02 വളരെ മോശം എന്ന് പറഞ്ഞേക്കുന്നത് 17.11 എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 43.13% ആളുകൾ വളരെ മോശം എന്ന് പറയുന്ന അല്ലെങ്കിൽ മോശം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. ഞാൻ ഒരിക്കൽ കൂടി ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രവർത്തനം വിലയിരുത്തുമ്പോൾ വളരെ മികച്ചതും കൂടി കണക്കുകൂട്ടിയാൽ 55.66% പേർ പിണറായി വിജയനെ മികച്ചതെന്നോ വളരെ മികച്ചതെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അത് 44.24% മാത്രമേ ഉള്ളൂ മികച്ചതോ വളരെ മികച്ചതോ എന്ന് പറഞ്ഞേക്കുന്നത്. അതേസമയം പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കുള്ള പ്രവർത്തനം മോശമാണോ എന്ന് ചോദിച്ചേക്കുന്നത് മോശം വളരെ മോശം എന്ന് പറഞ്ഞത് 37.14% ആളുകളല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അത് 43.13 അപ്പോൾ ഇതൊക്കെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു കാര്യം, ഈ റിപ്പോർട്ടറിൻ്റെ ചാനലിൻ്റെ സർവേ അത് പലപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം. അത് 16 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമാണ്, അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകൾ മാത്രമാണ് അതിൽ എൻട്രി ആയി പെടുക എന്ന് നമുക്കറിയാം. അല്ലാതെ കൃത്യമായിട്ടുള്ളൊരു റാൻഡംലി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ സ്പേസ് അതിലില്ല. അരുൺകുമാറൊക്കെ ഇന്ന് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞങ്ങൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഇടയിൽ വേറെ ഏജൻസി ഇല്ല എന്നുള്ളത്. വേറെ ഏജൻസി ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് ആ കണക്ക് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർ സാമ്പിൾ സ്പേസ് തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ 1000 പാർട്ടിക്കാർക്കും 200 കോൺഗ്രസ്സുകാരും വന്ന് ഈ പണി ചെയ്യുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള റിസൾട്ടുകളൊക്കെ വരും എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ മാതൃഭൂമിയുടെ സർവേയും മനോരമയുടെ സർവേയും റിപ്പോർട്ടറിൻ്റെ കാര്യവും എല്ലാം തമ്മിൽ ഒരുമിച്ചെടുത്ത് വായിക്കുമ്പോൾ ഏതാണ്ട് കേരളത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തുടർ ഭരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണെന്നും ഭരണമാറ്റം ഉറപ്പല്ല എന്നുള്ളതുമാണ്.